അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിന് മുന്നോടിയായി രാജ്യങ്ങളുടെ ഫ്ലാഗിന്റെ നിറം നോക്കി കളി പ്രവചിക്കുന്ന പ്രവചന മാന്ത്രികൻ പക്കുവിനോടൊപ്പം ചേരുന്നു ബാംഗ്ലൂർ കൊടുക ഫിനുമൻ. അപ്പൊ ബാംഗ്ലൂർ കൊടുക ഫിനുമൻ പ്രവചന മാതൃകൻ പക്കുവിനും ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അഞ്ചൊട്ട് നിസ്കാരം കളയും. നിങ്ങളോട് അതേ പറയാനുള്ളത്, അഞ്ചൊട്ട് നിസ്കാരം കളയും. ബസ് കളിച്ചാണെന്നുണ്ടെങ്കിൽ നിസ്കരിച്ച, സിനിമ കഴിഞ്ഞാൽ നിസ്കരിച്ച, അഞ്ചൊട്ട് നിസ്കാരം കളയുന്നത് ആ കാര്യത്തില് വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇജ്ജ് പറഞ്ഞു കുറച്ച് നേരം മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായാലും പറയരുത്, പറയാൻ പാടില്ല, പറഞ്ഞാ പോയി. അല്ല, അപ്പോൾ പ്രവചനത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ അർജന്റീന vs ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിന്റെ സ്കോർ നില, ആര് ജയിക്കും, ആര് തോൽക്കും? അർജന്റീനക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയാ? ക്യാമ്പയിൻ നടക്കുന്നോ ഫേക്ക് ആണോ? അർജന്റീന ടീമാണോ? അപ്പോ അർജന്റീന ഇതുവരെ മറ്റേ പ്രവചന മാന്ത്രികൻ ടോപ്പ് 10ത്തെ ഒരു കളിക്കാരായിട്ടും ഒരു ടീമായിട്ടും കളിച്ചിട്ടില്ല. ആദ്യമായി ബാംഗ്ലൂർ കൊടുക്കുക ഫിനുമാൻ പറയുന്നത് അർജന്റീനയോ അതോ ഇംഗ്ലണ്ടോ? ഇംഗ്ലണ്ട്. പ്രവചന മാന്ത്രികൻ പക്ക് പറയുന്നു. പ്രവചന മാന്ത്രികൻ പക്ക് എന്ന് പറയുന്നു ഇംഗ്ലണ്ട് അർജന്റീന. എന്തുകൊണ്ടാണ് അർജന്റീന? എനിക്ക് ഈ കാര്യത്തിൽ മെസ്സിയുള്ളത് കൊണ്ടാണ് അർജന്റീന. ഓക്കെ, സ്കോർ എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായത്തില് പെനാൽറ്റി ജയിക്കും. പെനാൽറ്റിയിലേ ജയിക്കും അർജന്റീന ജയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇംഗ്ലണ്ട് ജയിക്കണം എന്നുള്ളതാണ്. ഇനി പ്രവചന മാതൃകൻ പക്കും 2 ഗോൾ ഇംഗ്ലണ്ട് ഇടും, 2 ഗോൾ അർജന്റീന ഇടും. എന്നിട്ട് അതായത് സെമിഫൈനൽ സമനിലാവോ? അതായത് പ്രവചന മാന്ത്രികൻ സെമിഫൈനൽ അടുത്ത കളി സ്പെയിന് ഫൈനലിലേക്ക് വരുമല്ലോ. എന്നിട്ട് സ്പെയിൻ ഇങ്ങനെ വരും, ലെമിനിയമാനൊക്കെ ഇങ്ങനെ വരും. ലെമിനിയമാനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയെടുക്കും, അർജന്റീന വേണോ ഇംഗ്ലണ്ട് വേണോ? എന്തായാലും രാവിലെ ഇംഗ്ലണ്ടും രാത്രി അർജന്റീന. എന്തായാലും ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു അർത്ഥം. സെമിഫൈനല് സമനിലയിൽ കലാശിക്കുന്നാണ് പക്കു പറയണേ. അപ്പൊ ഒരു ടീം ജയിക്കല്ലേ? സമാസമം എന്ന് പറഞ്ഞോണ്ട് വെച്ചതല്ലേ? സമാസമത്തില് പിന്നെ പെനാൽറ്റിയിൽ ജയിച്ചോ? വിളിച്ചല്ലേ? അങ്ങനെയാണ് ഈ പണ്ട നിഗമനം. എന്തായാലും നോക്കാം. സമയം അവിടെ ഉള്ളൂ. എത്രയായി? 11:30 അല്ലേ? 11:45. 12:30 കളി. ആകാംക്ഷയോടെ ബാംഗ്ലൂർ ഹുഡുക ഫിനുമാൻ, ഉത്കണ്ഠയോടെ പ്രവചന മാന്ത്രികൻ പക്കു. തൊപ്പൊക്കെ വെച്ചിട്ടാ ഞാൻ മജ്ലിസ് തുടങ്ങാനുള്ള പരിപാടി. മജ്ലിസുന്നൂറിലിരിക്കുന്ന ലാഘവത്തോടെ അതാണ് പറഞ്ഞതേ. 5 വക്ത് നിസ്കാരം മജ്ലിസും സിനിമ സെറ്റിലിരിക്കുകയാണെങ്കിലും നിസ്കാരം.
ചില്ലുമ്പോ തട്ടിയതാ. സിനിമ സെറ്റിൽ പോവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്കരിക്കണം. 5 അവലോ. 50 അപ്പൊ സിനിമയിൽ ചാൻസ് കിട്ടിയെന്ന് പറയും. എന്നോ. മനസ്സിലായോ? അടുത്തോൻ തരുന്നതാണ്. അടുത്തോൻ ജീവിതം രക്ഷപ്പെടുന്നതാണ്. ചെറിയ ജീവിതം. അടുത്തോൻ തരുന്ന കൈവിട്ട് സ്വീകരിക്കാതാണ്. എന്തായാലും ഇരിക്കുന്നൊക്കെ കളി കാണാൻ അടുത്തോനെ മറന്നിട്ടുള്ളൊരു പരിപാടി ഇല്ലേ? ചെയ്യാം. എന്തായാലും 1 മണിക്കൂർ ഇതിൽ തെറ്റാന്നല്ലേ പറഞ്ഞത്? 3 മണിക്കൂറല്ലേ പറഞ്ഞേ? പക്ഷെ ഓടുന്നുണ്ട്. ഓടുന്നുണ്ട് 5 മിനിറ്റ് വേഗം. KSCB ഇന്ന് കറണ്ട് കട്ട് ചെയ്യുമോ? കാത്തിരുന്ന് സിബി മലൈ. ഹല്ലേലൂയ സ്തോത്രം. സിബി മലൈ. എന്താണ് മറ്റേ വീഡിയോ? അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അർജന്റീന അത് പറഞ്ഞോ. അത് വലിയ തമാശ. ചെക്കൻ നോച്ചിക്കാണ്ട് ഗ്രൗണ്ട് പോയി. അതൊന്നും തമാശ. അതല്ലല്ലോ പിന്നെ നേരത്തെ പറഞ്ഞേ. അല്ല, നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്താണ്, പ്രവചനം ഒന്ന് കൺക്ലൂഡ് ചെയ്താണ്. അഫ്ന എന്താ പറഞ്ഞത്? കളി വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന തോൽക്കണം. ടാക്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന തോൽക്കും, ഇംഗ്ലണ്ട് ജയിക്കും. എത്ര കൊണ്ട് തോൽക്കും? പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ റഫറിയും ഫിഫയും മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന ജയിച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇന്നത്തെ കളി വൺ കോൺട്രവേഴ്സി ആയിരിക്കും. ഇംഗ്ലണ്ടും അർജന്റീനയും ഒക്കാത്ത 2 ടീമാണ്. കോൺട്രവേഴ്സി എന്നൊക്കെ പറയാൻ പഠിച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരില്ലേ ഓരോ റീല്, നമ്മളൊന്നും പഠിച്ചില്ലേ. ഇതാ മറ്റേ ബനല്ലേ, മറ്റേ 7-ാം വർഗത്തെ സൂര്യല്ലേ? അറിയില്ലല്ലേ, തോക്കിന്റെ റീലും കണ്ടതാണ്. 7-ാം വർഗത്തെ സൂര്യന്റെ വരണം നോക്കട്ടെ. അത് കുറെ ചൂടർത്തിയതല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ സൂപ്പർ ഹീറോ ഓലൊക്കെ ഇങ്ങനെ 7-ാം വർഗം ഇങ്ങനെ ആക്കിയ സാധനം ഇങ്ങനെ മുന്തും. സാധനം എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ തല്ലൂടുമ്പോ അതൊക്കെ കാട്ടിട്ട് നമുക്ക് നോക്കിയാണ്. സ്കൂളൊക്കെ അടിയുണ്ടാകുമ്പോഴത്തേക്കാ കണ്ണോട് ചിമ്പുക. അപ്പോഴത്തേക്കനെ കണ്ണ് ചിമ്പൊന്നുമില്ല, അന്ന് വിരല് കാണില്ലല്ലോ. മ്യൂസിക്കും ഉണ്ടാക്കും. അത് മറ്റേ ചൈനക്കാരൻ്റെ ചൈനക്കാരനുണ്ടോ? അറിയാത്തൊക്കെ ഉണ്ടാക്കിയ ഇങ്ങോട്ട് തിരിച്ചല്ല അവിടത്തെ മറക്കട്ടെ. ഇത് കട്ട് ചെയ്യട്ടോ, കട്ട് ചെയ്യാം. രാത്രിയിലൂടെ പുറത്തിറങ്ങുന്ന സ്കൂളിൽ ഞാൻ പ്രത്യേകം 5 വക്ത നിസ്കാരങ്ങൾ വിടുന്നത്. എന്തൊക്കെ ഉണ്ടെങ്കിലും സിനിമയിൽ അഭിനയിക്കാന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ബ്ലോഗ് ചെയ്യാന്നുണ്ടെങ്കിലും ആൽബം ചെയ്യാന്നുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിക്കാന്നുണ്ടെങ്കിലും എവിടെ പോയ എല്ലാ കാര്യത്തിനും കഫേനോട് വല്ലാത്ത ആകെ കൂടി ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടാവും. 5 വക്ത നിസ്കാരം മജിലിസ് സമയം നേരത്തെ കളികൾ തുടങ്ങിയാലെന്നോ ആവണല്ലേ.
വെയിറ്റിംഗ്. എത്ര മിനിറ്റ് ആണ് ഇതിൽ ബാക്കൊക്കെ എന്ന് പറഞ്ഞ പ്രശ്നമാണ്? എന്നെ ഫോൺ കുത്തി വെച്ചിട്ടില്ലേ? ഇനി ഞാൻ എൻ്റെ പ്രഡിക്ഷൻ പറയട്ടെ. അർജന്റീന ജയിക്കും. എന്താ ഉണ്ടാവും? അർജന്റീന ജയിക്കും, കളിച്ചെന്നെ ജയിക്കും. പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ ഫിഫ അങ്ങോട്ടാക്കി മറ്റേതാക്കി മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അർജന്റീന ജയിക്കും. ഓക്കെ, കണ്ടോ? പൊരിഞ്ഞ പോരാട്ടം. അർജന്റീനയുടെ ഏറ്റവും പീക്ക് പെർഫോമൻസ് ആയിക്കാണ് ഇന്നത്തെ കളി. ഒരു മുട്ടിയില്ല. അർജന്റീനന്റെ ബൂർഡായി കളിക്കാരാണ്. അല്ലാതെ ജയിച്ചാൻ പറ്റൂലേ? അല്ലാതെ ജയിച്ചാണെങ്കിൽ മുട്ട തന്നെ വേണ്ടിയല്ലോ. കളി കണ്ടോ? എന്നാലും ചിലപ്പോ തോൽക്കുന്ന എനിക്ക് തോന്നുന്നു. ഇംഗ്ലണ്ടിനൊന്നും കാട്ടൂല, അവരൊന്നും കാട്ടൂല. അതായത് ഞാൻ പറഞ്ഞതാണ്, അർജന്റീന ഇന്നത്തെ ടീം ഗെയിമേ കാരണം മനസ്സിലായോ? ഇംഗ്ലണ്ടിലൊന്നും ആ ഒരു സ്പിരിറ്റ് ഇല്ല. വേറെ ഒരു ടീമിനും ഈ ലോകകപ്പിൽ ഒരു ടീമിനും ആ സ്പിരിറ്റ് ഇല്ല. ടീം സ്പിരിറ്റ് അതൊന്നും അർജന്റീന വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റൂല. പക്ഷെ ഒരാള് നല്ല അർജന്റീന ടീം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. മനസ്സിലായോ? അനന്തമായ കാത്തിരിപ്പ്. ഇറക്കിയാൽ മതി ഒരു 10 മിനിറ്റ്. അടുത്ത വേൾഡ് കപ്പിൽ ഫുള്ള് കളിച്ചാൽ മതി. നെയ്മറൊക്കെ എന്താണോ ഫൈനൽക്കാണ് വെക്കണതാ. ഫൈനൽക്ക് എത്തുമ്പോ ടീം ഔട്ട് ആവുക. പക്ഷെ മെസ്സി അർജന്റീന ടീം അങ്ങനെ ഇല്ല. പക്ഷെ എടുത്തേക്കണ പരിപാടിയില്ല. അങ്ങനെ കാത്തിരിക്കാറില്ല വേൾഡ് കപ്പിന്. ആകെ ഫൈനല് എത്താന്നുണ്ടെങ്കിൽ ആകെ 5-6 കളിയുള്ളൂ. 5 കളിയിട്ട് ശരിയല്ലേ? അതിലിങ്ങനെ എടുത്തെത്തുന്നതിനൊന്നും അർത്ഥമില്ല. ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ എത്ര കളി ഉണ്ടാവും? അതൊന്നും ലീഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ കളിക്കില്ല. പോയിന്റില് ഗ്രൂപ്പ് ഈ 10 വർഷത്തിന്റെ മുന്നത്തെ കളിയിൽ ഇതേപോലെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരിക്കണം. വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട. 12 കളി തുടങ്ങും. ഇത് നല്ലേ 100% അർജന്റീന ഫാനല്ലേ? 100% കളഞ്ഞ അർജന്റീന ഫാനാണ്. എന്റെ കയ്യിൽ നീല രക്തം വരുമോ? നീല രക്തം മനസ്സിലായോ? നീലയും വെള്ളയും. ദാമോദരൻ പറഞ്ഞ പോലെ പറഞ്ഞ ഗ്രൗണ്ടിന്റെ വലത്തു നിന്നും ഇടത്തേക്ക് മഞ്ഞയിൽ വെള്ള വരെയുള്ള ഇങ്ങനെ ഇരുന്നിട്ട് എന്താ സംഭവിക്കാറിയാം? അവസാനം 12 കാലാകുമ്പോ ഓർമ്മ. എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ എക്സൈറ്റഡ് അല്ല, ടെൻഷനാണ്. കേപ്പുറത്തിന്റെ കളിക്കാൻ ഉറങ്ങണം. അതേപോലെ ഏതിന്റെ കേപ്പുറത്ത് അർജന്റീനയും കളി ഉണ്ടാവില്ല. വലിയ കളിയാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ചില വലിയ കളിക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല ചിലപ്പോ. ഇത് വലിയ ഈ അർജന്റീനന്റെ കളിക്കൊക്കെ അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. ചിലതൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേനാണ് ഉറക്കം വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കളിക്കും. ഫ്രാൻസും സ്പെയിനും ഉള്ള കളി വലിയ സുഖമൊന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രാൻസും സ്പെയിനും കളി നല്ല കളിയാണ്. നല്ല കാര്യം പറയുന്നത്. ഫ്രാൻസും സ്പെയിനും അല്ല, ഫ്രാൻസ് വേറെ ഏതൊരു ടീമായിട്ട് ഫസ്റ്റ് ഒരു കളി ഉണ്ടായിരുന്നല്ലോ. അതിന്റെ മുന്നേ സ്പെയിനായിട്ട് കളിക്കുന്നതിന്റെ മുന്നുള്ള കളി നോർവേ ആണോ? നോർവേ ആയിട്ടുള്ള കളിയാണോ? സ്പെയിനും നോർവേ അതോ സ്പെയിനും ഫ്രാൻസും നോർവേ ആണോ? കറക്റ്റായിട്ട് ചെയ്യാൻ ഇനി മതി, ഇനി കേസ് കൊടുക്കും.
ഓൽക്ക് മനസ്സിലാവും. ഓല് ഇനി കേസ് കൊടുക്കാൻ പോകും. തൊട്ടാ കേസ് കൊടുക്കുന്ന ആൾക്കാരാ. പേടിയാ എടുത്തു കൂടെ ഒക്കെ ആരെങ്കിലും പോയാ കേസ് കൊടുക്കുന്ന അറിയും. അഫ്നാനൊക്കെ വൈകാതെ പിടിക്കും. അഫ്നാനൊക്കെ മീറ്റ് മിസ്റ്റർ അഫ്നാൻ ബാംഗ്ലൂരിൽ ബികോമിന് പഠിക്കുന്നല്ല. അത് പറഞ്ഞേ എന്റെ കേസ് എന്നൊക്കെ പോലെ എന്നെ കിട്ടാൻ കാറ്റും പോയിക്കാരാ. എന്നെ കുറിച്ചിട്ടൊരു കാര്യമില്ല. പൈസ ഉള്ളവർക്കല്ലേ പേടിയുള്ളൂ, പൈസ ഇല്ലാത്തവർക്ക് പേടിയില്ലല്ലോ. നമുക്ക് എന്റെ കാസറ്റ് വരെ നമുക്ക് വേറെ ഒന്നും തുടങ്ങാം. എന്റെ CD അങ്ങനെ തന്നെ തുടങ്ങിയാലോ. എന്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ എന്റെ ക്ലൗഡ് ആയിക്കോട്ടെ, കുറച്ചും കൂടി അപ്ഡേറ്റ് മതി മതി ഓഫ്ലൈനിൽ വെച്ചിട്ട് നമുക്ക് എന്റെ പെൻഡ്രൈവ് പോകണം. എന്റെ പെൻഡ്രൈവ് ഇത് എന്റെ ക്ലൗഡ് എന്റെ പെൻഡ്രൈവ് എന്റെ ഡ്രൈവ്. ചെങ്ങായി ഇന്നലെ ഇതേപോലെ ഞാന് സെമി ഫൈനൽ കാണാൻ ഞാൻ മറ്റേ മറ്റേ ചെങ്ങായിന്റെ വോയിസ് ഒന്നും വന്നില്ലേ? ഓൻ പറഞ്ഞത് ഇംഗ്ലണ്ടിന്റെ ഒപ്പം നിൽക്കാനാ. സജാദ് നിലമ്പൂർ വോയിസ് ഒന്നും വന്നില്ലേ? സജാദ് നിലമ്പൂർ പറഞ്ഞത് അതാ പറഞ്ഞു, ഇംഗ്ലണ്ടിന്റെ കൂടെ നിൽക്കാനാ പറഞ്ഞത്. എന്താ വിലയിരുത്തൽ? എന്താ അർജന്റീന പൊട്ടു അതന്നെ അതാ പറഞ്ഞേ. സജാദ് നിലമ്പൂർ അതാ പറയണത്. അത് ഈജിപ്തിന്റെ കളിക്കും എന്താ പറഞ്ഞില്ലേ? അർജന്റീന ജയിച്ചു. എന്തായാലും ബാക്കി കളി തുടങ്ങിയിട്ട്